ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ട്രക്സാസ് ഡിഫൻഡർ രജിസ്ട്രേഷൻ വർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുകയാണ്. ഇതിലേക്ക് പുതിയൊരു ബാറ്ററി ട്രേയും മോട്ടോർ മൗണ്ടും പിടിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി. ഗായ്സ് ഇതാണ് വണ്ടിയുടെ സ്റ്റോക്ക് ബാറ്ററി ട്രേ. പുതിയതും പഴയതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? അതുമല്ല വണ്ടിയുടെ സെൻട്രൽ ഗ്രാവിറ്റി താഴ്ത്താനും ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മളിത് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ LC70 ബോഡി വണ്ടിയിൽ പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേട്ടോ. ഗായ്സ് നമ്മുടെ സ്റ്റോക്ക് ബാറ്ററി ട്രേ ഞാൻ ഓൾറെഡി അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അഴിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ക്രൂ ഒക്കെയാണ് ഞാൻ റിമൂവ് ചെയ്തത്. മോട്ടോർ മൗണ്ട് പിടിപ്പിക്കാൻ വേണ്ടി നമുക്ക് മോട്ടർ അഴിക്കേണ്ടി വരും. അതിന് ഈ സ്ക്രൂസ് ആണ് ഞാൻ അഴിക്കാൻ പോകുന്നത്. ഗൈസ് ആ 3 സ്ക്രൂ അഴിക്കുമ്പോൾ തന്നെ മോട്ടോർ ഈസി ആയിട്ട് ഊരി കയ്യിലെടുക്കാൻ പറ്റും. ഇവിടെ ഈസി വർക്കിന് വേണ്ടിയിട്ട് ഞാൻ മോട്ടോർ വയർ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മോട്ടറിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ആ പ്രൊട്ടക്ഷൻ കോഡിന് പ്രത്യേകിച്ച് സ്ക്രൂസ് ഒന്നുമില്ല. നമുക്ക് ഇതുപോലെ ഞെക്കി ഈസി ആയിട്ട് അത് ഊരാവുന്നതാണ്. ഗൈസ് ഈ സ്റ്റോക്കായിട്ട് വരുന്ന പ്ലാസ്റ്റിക് മൗണ്ടാണ് നമ്മളിന്ന് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അഴിക്കുന്നതിന് മുമ്പ് ആ സ്ക്രൂ ഇട്ട് മുറുക്കി വയ്ക്കുന്ന ഹോൾസ് കറക്റ്റായിട്ട് നോക്കി വയ്ക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ തിരിച്ചു പിടിപ്പിക്കുമ്പോൾ പണി കിട്ടും ചിലപ്പോൾ. ഗൈസ് ഇതാണ് ആ സ്റ്റോക്ക് മൗണ്ടിന്റെ കണ്ടീഷൻ. ഈ കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് ഇതിന്റെ ഹോൾസുകളെല്ലാം ഏകദേശം തേഞ്ഞ് ഒന്നായി തുടങ്ങി. ഇത് വെച്ച് ഓടിക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഗിയർ ബോക്സിന് മേ ബി മോട്ടറിന് വരെ കംപ്ലൈന്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഗൈസ് പുതിയ അലൂമിനിയം മൗണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പഴയ പ്ലാസ്റ്റിക് മൗണ്ട് പിടിപ്പിച്ച അതേ ഹോൾസിലാണ് പുതിയ അലൂമിനിയം മൗണ്ട് പിടിപ്പിച്ചേക്കുന്നത്. ഗൈസ് ഈ അപ്പർ കോഡിൽ ചെറിയ റാക്ക് ഉണ്ട് കേട്ടോ, മോട്ടോർ മൗണ്ട് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാം ഊരിയതുപോലെ തന്നെ തിരിച്ചു പിടിപ്പിക്കുകയാണ്. ഗൈസ് ഇവിടുത്തെ സ്ക്രൂ മിസ്സിംഗ് ആയിരുന്നു. അത് നമ്മൾ ഈ മോഡിഫിക്കേഷനിൽ റിസോൾവ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി ട്രേ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഈ വയറൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് വെച്ചാണ് ഗൈസ് നമുക്ക് ബാറ്ററി ട്രേ പിടിപ്പിക്കേണ്ടത്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് വേഗം ഒന്ന് ഓടിച്ചുവിടാം. ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരണേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാം സെറ്റ്. ഇനി നമുക്ക് മോട്ടറിൻ്റെ വയർ കണക്ട് ചെയ്ത് ബാറ്ററി ഇട്ട് കൊടുത്ത് എല്ലാം വർക്കിംഗ് ആണോ എന്നും കൂടെ ചെക്ക് ചെയ്യാം. നമ്മുടെ ട്രാൻസ്മിറ്റർ 3ാമത് കണക്ട് ചെയ്തേക്കുന്നതാണ് ഡിഫൻഡർ കേട്ടോ. ഗൈസ് മോട്ടറൊക്കെ വർക്കാവുന്നുണ്ട്. ഞാനിതിൻ്റെ ഇലക്ട്രിക്കൽ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്നും പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ, സമയക്കുറവുകൊണ്ടാണ്. അപ്പം നമുക്ക് എന്തായാലും ഇപ്പം നോക്കാം. ഇപ്പം ബാക്കും ഫ്രണ്ടും ഡിഫറൻഷ്യൽ സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുവാണ്. എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് ഡിഫറൻഷ്യലും ഫ്രണ്ട് ഡിഫറൻഷ്യലും സെപ്പറേറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഡിഫറൻഷ്യൽ ലോക്ക് ഓൺ ആക്കി കൂടെ നോക്കാം. ബാക്കും ഫ്രണ്ടും നമ്മൾ ഡിഫറൻഷ്യൽ ലോക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ് ഞാൻ ഇതെല്ലാം മാനുവൽ നോക്കി ചെയ്തതാണ് കേട്ടോ. ഇത്ര നന്നായിട്ട് റിസൾട്ട് കിട്ടുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. 2 സ്പീഡ് ഗിയർ ബോക്സ് ഞാൻ ചാനൽ 3ലാണ് കണക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ലോ സ്പീഡും ഹൈ സ്പീഡും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഗായ്സ് ഇതോടുകൂടി നമ്മുടെ ചാസി വർക്ക് ഏകദേശം 99% ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്രണ്ടിലെ ബമ്പറും പിന്നെ ഈ റിസീവർ ഫിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ചെറിയ ഞണ്ട് പണികൾ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിലെ 2 സസ്പെൻഷൻ ഞാൻ ഇങ്ങനെ ചരിച്ചാട്ടോ കണക്ട് ചെയ്തേക്കുന്നത്. കാര്യം നേരെ നിർത്തി കഴിഞ്ഞാൽ ബോഡി നമുക്ക് ഫിറ്റ് ആക്കാൻ പറ്റത്തില്ല. കാൻഡിലിവർ സസ്പെൻഷൻ എന്ന് പറഞ്ഞ വേറൊരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അത് ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. മച്ചന്മാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ RC വീഡിയോയ്ക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി വെച്ചേക്കാം.